എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കുന്നത് സർക്കാരിന്റെ ആലോചനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മാത്യു കുഴൽനാടൻ എം.എൽ.എയാണ് മൂവാറ്റുപുഴക്കാരുടെ ദീർഘകാല ആവശ്യമായ പുതിയ ജില്ലാ രൂപീകരണം ഓണസമ്മാനമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. വികസന ഫണ്ടുകളും പദ്ധതികളും എറണാകുളം, കൊച്ചി നഗര കേന്ദ്രീകൃതമായി പോകുന്നതിനാൽ മൂവാറ്റുപുഴ, കോതമംഗലം തുടങ്ങിയ കിഴക്കൻ മലയോര മേഖലകൾ കാലങ്ങളായി അവഗണന നേരിടുകയാണെന്ന പരാതി വ്യാപകമാണ്. ഇതിന് മറുപടിയായാണ് മൂവാറ്റുപുഴയ്ക്ക് മുൻകാലങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ പലിശ സഹിതം വീട്ടുമെന്നും പ്രദേശത്തിന്റെ വിഷമങ്ങൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. സ്വന്തം ജില്ല വിഭജിക്കപ്പെടുന്നതിൽ വൈകാരികമായ വിഷമമുണ്ടെങ്കിലും മൂവാറ്റുപുഴ ജില്ലയെന്ന ആവശ്യം സർക്കാർ ഗൗരവമായി തന്നെ പരിശോധിക്കും. ഇതിനായി ഭരണഘടനാപരമായ ഡീലിമിറ്റേഷൻ കമ്മീഷനെ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എം.എൽ.എ സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടത്തെപ്പറ്റി പറഞ്ഞു. ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞു. പ്രതികാര ബുദ്ധിയോടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി നിർത്തിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും മാറും. അതേസമയം കേരളത്തിൽ പുതിയ ജില്ല രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ മൂവാറ്റുപുഴയെ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞു. ജില്ലാ പുനർവിഭജനത്തിനായി സർക്കാർ കമ്മീഷനെ നിയോഗിക്കുമെന്നും കമ്മീഷന്റെ പരിധിയിൽ മൂവാറ്റുപുഴയും ഉൾപ്പെടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തിൽ മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഈയൊരു പ്രതികരണം. മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷ പരിപാടിയിലാണ് അദ്ദേഹം ഈ ഒരു നിലപാട് പറഞ്ഞത്. എന്തായാലും മൂവാറ്റുപുഴക്കാർക്ക് ഓണസമ്മാനമായി പുതിയ ജില്ല പ്രഖ്യാപിക്കണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ ആവശ്യം. വികസന പ്രവർത്തനങ്ങൾക്കുള്ള കൂടുതൽ ഫണ്ട് എറണാകുളം, കൊച്ചി മേഖലകളിലേക്ക് പോകുന്നതിനാൽ മൂവാറ്റുപുഴ, കോതമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖലകൾ പിന്നോക്കം പോകുമെന്ന പരാതിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകാൻ കഴിയുന്നത്. എന്തായാലും ഡീലിമിറ്റേഷൻ കമ്മീഷനെ ഈ സർക്കാർ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തോടെ തന്നെ ആ കാര്യം സർക്കാർ പരിഗണിക്കും അദ്ദേഹം പറഞ്ഞു. 1982 അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ മൂവാറ്റുപുഴ ജില്ല രൂപീകരണ പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് നടപടിയൊന്നും മുന്നോട്ടു പോയില്ല. നിലവിലെ നിർദ്ദേശപ്രകാരം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പെരുമ്പാവൂരിന്റെ ചില ഭാഗങ്ങൾ എന്നിവയ്ക്കൊപ്പം ഇടുക്കിയിലെ തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകൾ ചേർത്താണ് പുതിയ ജില്ല ലക്ഷ്യമിടുന്നത്.